ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ദോശയുടെ റെസിപ്പിയും കണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ട് ആ ദോശയ്ക്ക് റെസിപ്പി എന്ന് പ്രത്യേകിച്ച് പറയാമെന്ന്. നമ്മൾ പല സൈസ് ദോശകൾ കഴിച്ചിട്ടുണ്ട്. തട്ടുദോശ, കുട്ടിദോശ, സാദാ ദോശ, കൽദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, ഇങ്ങനെ പല സൈസ് ദോശകളുണ്ട്. എന്നാൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇതുവരെ കഴിച്ചു കാണാൻ സാധ്യതയില്ലാത്ത ഒരു പുതിയ തരം ദോശയാണ് നിങ്ങളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താണെന്നല്ലേ, ദാവൻഗരെ ബെന്നെ ദോശ. അത് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പം അവിടുന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാന്ന് തോന്നിയിട്ട് മനസ്സിലായിട്ട് അതുപോലെ ഒരു റെസിപ്പി, അതിൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വന്നിട്ട് ഞാനതൊന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണ്. അത്രയും ശരിയാവുമോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാക്കി കഴിഞ്ഞെങ്കിലേ അറിയുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ വലിയ പ്രയാസമൊന്നുമില്ല ഉണ്ടാക്കാനൊക്കെ ഒരു ദോശയാണിത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെയുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കാണാനൊക്കെ, അവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാനൊക്കും, ആർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാനൊക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബെല്ലൈക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണമെന്നും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളവരും നമുക്ക് നോക്കാം. ബെന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലിടുന്ന പോലെ തന്നെ അരിയും ഉഴുന്നുമാണ് ഇടുന്നത്. അതിനകത്ത് വേറൊരു പ്രത്യേക ഒരു ചേരുവയും കൂടെ ചേരുന്നുണ്ട്. അത് ഞാൻ അരയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പം വെള്ളത്തിലിടുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു കപ്പ് പുഴുക്കലരി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിടുന്നത് സാധാരണ പച്ചരി മാത്രമല്ല ഇടാൻ, ഞാനിടുന്നത് ദോശയ്ക്ക് ഇടുന്നത് പുഴുക്കലരിയും പച്ചരിയും കൂടാണ്. അപ്പം ഞാൻ ഒരു കപ്പ് പുഴുക്കലരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഒരു കപ്പ് പച്ചരിയും ഇട്ട് കൊടുക്കാം. മെഷറിംഗ് കപ്പിനകത്താണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടുന്നത് ഒരു കപ്പ് പച്ചരി, ഒരു കപ്പ് പുഴുക്കലരി, രണ്ട് കപ്പായി. ഇനി നമുക്ക് വേണ്ടുന്ന അരക്കപ്പ് ഉഴുന്ന്, 2 കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്ന്, നമ്മൾ സാധാരണ വെള്ളത്തിലിടുന്ന പോലെ തന്നെ. പിന്നെ അതിൻ്റെ 3/4 ടേബിൾ സ്പൂണ് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവയും പലരും അരിയുടെ ഇടാറുണ്ട്. ഇത് കുറച്ച് മയം കിട്ടാനും ഒന്ന് ക്രിസ്പി ആയിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി അരയ്ക്കാൻ നേരത്തേക്ക് നമുക്ക് ഇനി ചേരാനുള്ള ചേരുവ എന്താണെന്ന് ഞാൻ അന്നേരം പറയാം, ചേരുവ എന്താണെന്നുള്ളത്. അപ്പം നമുക്കിതിനെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അരയ്ക്കാനൊക്കത്തുള്ളൂ. 5 മണിക്കൂർ 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കാനൊക്കത്തുള്ളൂ. ഞാനിത് കുതിർത്ത് വെക്കാൻ ഒരു കാര്യം. നമ്മളായിട്ടിരുന്ന് അരിയും ഉഴുന്നും ഉലുവായുടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ വേണ്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് പൊരി. നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന, കടകളിലൊക്കെ കിട്ടുന്ന സാധനമാണ്. കൂടുതൽ ഉത്സവപ്പറമ്പുകളിലാണ് കാണുന്നത് ഈ ഒരു സാധനം. ഇത് അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി കുതിർത്ത് വെക്കണം. ഇത് അരച്ച് വരുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് വരും. അപ്പോൾ അതും ഇട്ട് അരയ്ക്കണം. അപ്പോൾ നമുക്കിനി ആദ്യം ഇതിനെ ഒന്ന് കുതിർത്ത് വെച്ച് ഇതിനെ അരച്ചെടുക്കാം. ഞാൻ തന്നെ അരിയും ഉഴുന്നും ഉലുവായുടെ ഒന്നിച്ചിട്ട് അരച്ച്, കുറച്ച് വെള്ളം ഒന്നിച്ചിട്ടാണ് നമ്മൾ കുതിർത്ത് വെച്ചത്. അതിനെ അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി ബാക്കിയുള്ളതിൻ്റെ ഇത്ര അരി ഇരിപ്പുണ്ട്. അതിനെ ഞാൻ പൊരിയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പൊരിയില്ലേ, അതും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. 8 മണിക്കൂർ ഇരിക്കണം. ഇരുന്ന് പൊളിക്കണം. പൊളിച്ചിട്ട് വേണം നമുക്കിതിനെ ദോശ ഇട്ടെടുക്കാൻ. അപ്പോൾ ഇനി പൊളിച്ച് ദോശ ഇടുന്ന സമയത്ത് ബാക്കി സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ബെന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിംഗ് ആണിത്. നമുക്ക് സാധാരണ ദോശയുടെ കൂടെയുള്ള സൈഡ് ഡിഷ് ഒന്നല്ല, ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാനതിൻ്റെ 3-4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേണ്ട ഉടച്ചെടുക്കുകയാണ്. നല്ലപോലെ സ്മാഷ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ വേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ റെഡിയാക്കി എടുക്കണം. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത്.
നമ്മളതിൻ്റെ വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ആദ്യം പച്ചമുളക്, ഞാൻ ഒരു മുറി തേങ്ങ അരയ്ക്കാനുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. ഞാൻ എരിയുള്ള മുളകായിട്ട് 6 എണ്ണം എടുത്തിട്ടുള്ളൂ. ഈ പച്ചമുളക് നല്ല ഇതിനകത്ത് കിടന്ന് വേവണം, ഈ വെള്ളത്തിൽ ഒന്ന് വെന്ത് വരണം. ചമ്മന്തിക്ക് ഒരുപാട് അങ്ങ് എരിയാവണ്ട, ചെറിയ എരിയാകാവുള്ളൂ. ഒരുപാട് എരിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും, ദോശ ടേസ്റ്റ് പോവും. എരിയുള്ള ഇത്രയും ഇട്ടേക്കുന്ന എരി കുറവുള്ള മുളകാണെങ്കിൽ നമുക്ക് 2-3 മുളക് കൂടി ഇടാം. ഇത് ഒരു മുറി തേങ്ങയ്ക്കുള്ളതാണ് ഞാൻ കണക്ക് പറയുന്നത്. ഇപ്പം അതുകൊണ്ട് നമ്മുടെ മുളക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെങ്കിൽ മാറ്റി കൊടുക്കാം, വെള്ളത്തിൽ നിന്നെങ്കിൽ മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് അങ്ങോട്ട് വെള്ളത്തിൽ കിടന്നാൽ വെന്ത് വരണം. സവാള ഇതൊന്നും ഒട്ടും എണ്ണ ചേർത്തല്ല നമ്മൾ ഈ ഫില്ലിങ് ഉണ്ടാക്കുന്നത്. ഇനി സവാള നല്ലപോലെ വേവണം. സവാള വേകുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി അരച്ചിട്ട് തരാം. അതിനുവേണ്ടി അതിൻ്റെ ഒരു മുറി തേങ്ങയും ആ മുളകും 2-3 ഉള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അതിനാവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് ഇത് അരയ്ക്കുമ്പം അധികം വെള്ളം ചേർക്കരുത്, കുഴഞ്ഞിരിക്കണം. നമ്മളെ ചോറിൻ്റെ ഉള്ള ചമ്മന്തിയുടെ പരുവാവരുത്, അല്ല കുറച്ചുകൂടെ ഒന്ന് ലൂസായി. ഒത്തിരി വെള്ളം പോലെ അരച്ച് കഴിഞ്ഞിട്ട് ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് നമ്മുടെ സവാള എല്ലാം നല്ലപോലെ വെന്തു. ഇനി നമുക്ക് തീ അങ്ങ് അണച്ച് വെച്ച് ആ സവാളയെ നമ്മൾ ആ സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഉരുളക്കിഴങ്ങില്ലേ അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ആ സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് രണ്ടുമാണ് ആ തേങ്ങാ ചമ്മന്തിയും ഇതുമാണ് അതിൻ്റെ ഫില്ലിങ്. ഇപ്പം അതേണ്ട അത് സവാളയും ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന അന്നേരം ഞാൻ നോക്കാം. അപ്പം നമ്മുടെ കല്ലെടുത്ത് ചൂടായിട്ടുണ്ട്. നമുക്കതൊന്ന് വലുതായിട്ട് മയം ഒന്നും പറ്റുന്ന ചെറിയൊരു മയം, നോൺ സ്റ്റിക്ക് ആ മയം പറ്റുന്ന കാര്യം എന്നാലും ആദ്യത്തെ ദോശ ആയതുകൊണ്ട് ഇനി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് കനം കുറയ്ക്കരുത്, ഇച്ചിരി വലിയ ദോശയായിട്ടാണ് ഉണ്ടാക്കാൻ. കുറച്ച് കനത്തിലും വേണം. നമ്മൾ അവിടെ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ വലിയ കല്ലേൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ ദോശയായിട്ട് കിട്ടും. അപ്പോൾ ഒരെണ്ണമൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും വലിയ കല്ലല്ലാത്തതുകൊണ്ട് ഇച്ചിരി ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഈ ഒരു വശം മൂത്ത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടണം. അപ്പം ഇതിൻ്റെ ഒരു വശം നമുക്ക് മൂത്ത് കിട്ടിയിട്ട് തിരിച്ചിടാം. വലിയ ദോശയുണ്ട്, ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമുണ്ട്, തിരിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ തിരിച്ചിട്ട് മറ്റേ വശം കൂടെ ഒന്ന് മൂത്ത് വരണം. പൊരിയൊക്കെ ചേർത്തേക്കുന്നുണ്ട്, നല്ലപോലെ മൂത്ത് കിട്ടും അതിന് എളുപ്പം തന്നെ. എൻ്റെ മറ്റേ സൈഡ് മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ടല്ലോ. വെണ്ണയാണ് ശരിക്കും അതിനകത്ത് വെക്കേണ്ടത്. പക്ഷേ എൻ്റെ വെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് വെക്കുന്നത്. വെണ്ണ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് 3 വിധത്തിലുണ്ടാക്കാം. അതിലൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം മൂന്നും ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യത്തെ മോഡല് വെണ്ണ വെച്ചു, അതിലേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി, ഇത് 3ഉം കൂടെ വെച്ച് മടക്കി ഇങ്ങനെ എടുക്കാം. അപ്പം ഇത് 3 കൂടെ പുരട്ടി നമുക്ക് കഴിക്കാനൊക്കെ ഇതിങ്ങനെ. ഇനി നമുക്ക് അടുത്ത ദോശ കൊരി ഒഴിക്കാം. ഞാൻ വെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ തൂത്ത് മാറ്റി. നോൺ സ്റ്റിക്ക് പാത്രവും വെണ്ണയും കൂടെ ആയിട്ട് ഇളകി പോരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ 2 സൈഡ് നമുക്ക് ഇതിനെ മൂപ്പിച്ചെടുക്കാം. ഞാനത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി നോക്കിയപ്പോഴുണ്ടല്ലോ, അത് പെട്ടെന്ന് ഇളകിപ്പോന്നു, വേവ് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ ദോശക്കല്ലിൽ തന്നെ വെച്ച് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരെണ്ണം ഞാൻ കാണിച്ചത് വെണ്ണയും ചമ്മന്തിയും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്നിച്ച് വെച്ചിട്ട്. ഇപ്പോൾ അടുത്തത് നോക്കി കഴിയുമ്പോൾ വെണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ 2 ദിവസം മൂപ്പിച്ചിട്ടിട്ടുണ്ട്.
വെണ്ണ ഇങ്ങനെ അതിനകത്തേക്ക് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ടില്ല, സൈഡിൽ നമുക്ക് ചമ്മന്തിയും ഉരുളക്കിഴങ്ങും കൂടെ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിനെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഈ വെണ്ണ കൂടുതൽ വരുമ്പം ദോശക്കല്ലിൽ കിടന്ന് ഇരുളു അത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ചമ്മന്തിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുണ്ട്. ഇത് മൂന്നൂടെ പുരട്ടി കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ അടുത്തൊരു മോഡല് കാണിച്ചു തരാം. ഇനി നമുക്കൊരെണ്ണം വെണ്ണ അകത്ത് ഇതുപോലെ ഉരുട്ടി വെച്ച് സൈഡിൽ മറ്റേ സാധനങ്ങളും തന്നെ വെച്ച് ഒരെണ്ണം ഉണ്ടാക്കാം. ഈ മൂന്ന് ടേസ്റ്റ് എല്ലാം കൂടെ അകത്ത് വെച്ച് മടക്കിയെടുക്കുന്നതാണ്. ഇപ്പം അതാണ്ട് 2 മോഡലുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേതിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് മൂന്നൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയാൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. വെണ്ണയും ചമ്മന്തി ഉരുളക്കിഴങ്ങും വെച്ച് ഒന്നിച്ച് ഇതിനാ ടേസ്റ്റ് കൂടുതൽ. ഇത് ശരിക്കും പറഞ്ഞാലേ അവിടെ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ ദോശക്കല്ലിൽ വലിയ അടുപ്പയിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പം അത് കാണുമ്പോഴും ഒരു സ്റ്റൈലാണ്. ഇത് ആ കുട്ടി ദോശയായിപ്പോയി. നമുക്ക് വലിയ ദോശക്കല്ലില്ലാത്തതുകൊണ്ട് കുട്ടി ദോശയായിപ്പോയി. ഇവിടെ വെണ്ണ ദോശ ഉണ്ടാക്കുക കുട്ടി ദോശ പോലെ ഇരിക്കുന്നല്ലോ. അതെ, ഹോട്ടലുകാരുണ്ടാക്കുമ്പം അവരുടെ വലിയ ദോശക്കല്ലിലും വലിയ അടുപ്പും അമ്പത് പരുവത്തിന് കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്ന കൊച്ചു ദോശക്കല്ലില്ലേ, ഞാൻ നോൺ സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കാൻ നോക്കണക്ക് അത് ഒക്കുന്നില്ല. നോൺ സ്റ്റിക്കിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇളയപ്പോലെ മൂക്കത്തില്ല. നോൺ സ്റ്റിക്കിന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വെണ്ണ ഇല്ല ബട്ടർ, അതിന്റെ അതല്ല. നോൺ സ്റ്റിക്കിൽ അത് ഒഴിക്കുമ്പോ പിന്നെ അത് കൂടുതൽ ഇളകി വരുത്തല്ല, അതിലിരിക്കത്തില്ലല്ലോ. ഇലയപ്പം പോലെ കണ്ടിട്ട് ഇലയപ്പം പോലെ ഇരിക്കുന്നുണ്ട്. കാഴ്ചയില് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവിടുന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത് വരത്തില്ല. ബട്ടർ ആകുമ്പോൾ അതിന്റെ ടേസ്റ്റ് അത്രയും വരത്തില്ലായിരിക്കും. വെണ്ണയുടെ ടേസ്റ്റ് വരത്തില്ലല്ലോ. നമുക്ക് ഒരു പശുവിനെ വാങ്ങിച്ച് ബട്ടർ എടുത്താൽ വേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കി ബട്ടറൊക്കെ എടുക്കേണ്ടി വരും. ടേസ്റ്റ് ടേസ്റ്റൊക്കെ എന്തായാലും വെണ്ണയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. എല്ലാം അവിടെ വിലയൊക്കെ ഇരിക്കുന്നതെല്ലാം ഒരുമിച്ച് വന്നാലേ ഇങ്ങനെ മടക്കുമ്പോൾ ഒന്നിച്ച് വരണം. ഇങ്ങനെ ഒന്നിച്ച് വരും. എന്നുവെച്ചാലും എവിടെ ചമ്മന്തി ഇരിക്കുന്നതെന്നും എവിടെ ഭക്ഷണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കൊള്ളാം. ആദ്യം പരീക്ഷിച്ച് നോക്കിയല്ലേ. അങ്ങനെ നമ്മുടെ ബെന്നെ ദോശ റെഡി ആയിട്ടുണ്ട്. അവിടെ ഹോട്ടലിലൊക്കെ ഇട്ട് എത്രയും റെഡി നല്ലതായില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനിയും നമ്മുടെ ടെസ്റ്ററെ വിളിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച രണ്ട് മോഡലിൽ ഓരോ നോക്കുന്ന കൊടുത്ത് നോക്കാം. അവൻ എന്ത് പറയുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ള ആളിവിടെ വന്നിരിപ്പുണ്ട്. അവനോടൊന്ന് ചോദിക്കാം എങ്ങനെ ഇരിക്കുന്നത്. 2 സൈസ് ദോശയുണ്ട്. രണ്ടും കഴിച്ച് നോക്കിയിട്ട് ഏതായാലും ഇഷ്ടമുള്ള കഴിക്കാം. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം എങ്ങനെയെന്ന് പറയണം. അതുകൂടെ പൊട്ടിക്കഴി കൂട്ടാൻ പൊട്ടിക്കഴി തേങ്ങ കൂട്ടാ. ഞാൻ നോക്കുമ്പോൾ അത് നോക്കും. ഏതാ നല്ലത് നോക്കും, ഇഷ്ടപ്പെട്ടത് നോക്കും. അപ്പുറം മാറി കഴിക്കുക. വെറൈറ്റി അതിൻ്റെ വെറൈറ്റി ആയിരുന്നു കഴിക്കാതാ പറയുന്നത്.
ചമ്മന്തി അതും എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി വേണം കഴിക്കാൻ. ഇത് രണ്ടും അത് രണ്ടും ദോശ കൂടെ ചേർത്ത് കഴിക്കണം. അങ്ങനെ കഴിക്കണ്ടേ. അതും ഇപ്പത്തേതും എല്ലാം കൂടെ ചേർത്ത് കഴിക്കണം. അങ്ങനെയുണ്ട്. അതാണ് നല്ലത്. മറ്റേ അത്ര ഇഷ്ടപ്പെട്ടില്ലേ? ടേസ്റ്റ് എടുത്തോണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്ത് അവന്റെ അഭിപ്രായത്തിൽ ശരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന ദോശ ബെന്നിയ ദോശ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇപ്പം ഈ എല്ലാം കൂടെ ചേർത്ത് ഒരു ദോശക്കകത്ത് ചെറുക്കനാണ് കിട്ടുന്നത്. മറ്റേ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടത് എല്ലാം കൂടെ ചേർത്ത് വെച്ചതാണ്. അപ്പൊ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇതിപ്പോ ചെറിയ ദോശ നമ്മുടെ ചെറിയ ദോശക്കല്ലായിട്ടാണ് ചെറിയ ദോശ ആയിപ്പോയത്. വലിയ ദോശക്കല്ലാണെങ്കിൽ വലിയ ദോശ ഉണ്ടാക്കി ഓരോന്നും കഴിച്ചു കഴിഞ്ഞും വയറ് നിറയും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിന് വരേക്കും ബൈ ബൈ.